ഈ പെട്രോളും ഡീസലും എന്തുകൊണ്ടാണ് GST അകത്ത് വരുന്നില്ല എന്നുള്ള നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട സമയത്ത് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ചോദിച്ച ഒരു ഡൗട്ടാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. സർ, പിന്നെ എന്തുകൊണ്ടാണ് പല പെട്രോൾ പമ്പുകളിലും GST നമ്പർ കാണുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങൾക്കറിയാം, ഏകദേശം പെട്രോൾ പമ്പുകളിലെല്ലാം തന്നെ അവർ പെട്രോളിനും ഡീസലിനും പുറമെ ഈ ലൂബ്രിക്കൻസ്, അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടർ, സ്പെയർ പാർട്സുകൾ, മെഷീൻ ഓയിൽ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടി വിൽക്കാറുണ്ട്. ഈ സാധനങ്ങളെല്ലാം തന്നെ ഈ ടാക്സബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ഗുഡ്സുകളാണ്. ഇപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു പെട്രോൾ പമ്പ്, ഒരു ബിസിനസ്സുകാരൻ, അയാൾക്ക് ഒരു വർഷം ഈ പെട്രോൾ വിൽപ്പനയിൽ നിന്നൊരു 39 ലക്ഷം രൂപയും അതിന്റെ കൂട്ടത്തിൽ അയാൾ സ്പെയർ പാർട്സ് വിൽക്കുന്നുണ്ട്, അതിൽ നിന്നൊരു 2 ലക്ഷം രൂപയും ടേൺ ഓവർ വന്നെന്ന് വിചാരിക്കാം. ഈ 40 ലക്ഷമാണല്ലോ GST എടുക്കാനുള്ള ടേൺ ഓവർ ലിമിറ്റ്. ഇവിടെ 39 പ്ലസ് 2 ആൾക്ക് 41 ലക്ഷം രൂപ ടേൺ ഓവർ വന്നിട്ടുണ്ട്. അപ്പോ ഈ GST നിയമപ്രകാരം അയാൾ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ അയാൾക്ക് GST കൊടുക്കാനുള്ള ബാധ്യത ഈ 2 ലക്ഷത്തിന്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇനി ഈ ബിസിനസ്സുകാരൻ പെട്രോൾ മാത്രമാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 40 ലക്ഷത്തിന് മുകളിൽ വന്നാലും അയാൾക്ക് GST